ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ICSE CBSEക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ചാപ്റ്റേഴ്സ് 10th-ൻ്റെയും ICSE CBSE കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യേക ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇൻ ദ ഫോം ax² + bx + c = 0 ഈ ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയാം. അത് x² കോഎഫിഷ്യന്റ് ആണ് a, x-ന്റെ കോഎഫിഷ്യന്റ് b, c-യുടെ കോഎഫിഷ്യന്റ് ഇവിടെ 1 വരും. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഫാക്ടറൈസേഷൻ വെച്ചിട്ട് അതിന്റെ സോൾവ് ചെയ്യാം ഈ ഇക്വേഷൻസിനെ. അതുപോലെ തന്നെ x = -b ± √b² - 4ac/2a എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഫാക്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടായാലും നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അത് വെച്ച് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക? ഇതൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ അപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ മറ്റു വീഡിയോകളിൽ ഞാൻ പറയാം. ഓക്കെ, ഇത് വളരെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ICSE CBSE വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോൾവ് 2x⁴ - 5x² + 3 = 0 എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവിടെ ഡിഗ്രി 4 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അനുസരിച്ച് സോൾവ് ചെയ്യണമെന്നുള്ളൊരു ആശങ്ക കുട്ടികൾക്ക് ഉണ്ടാവും. പക്ഷെ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് ഇതിൽ നമുക്ക് സോൾവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് ആക്കാനായിട്ട് ആദ്യം x² = y എന്ന് കൊടുക്കുക. ടേക്കിംഗ് x² = y, ദെൻ 2x⁴ എന്ന് പറയുന്നത് 2y² ആയിരിക്കും. കാരണം x² ആണ് y എന്ന് പറയുന്നത്, x⁴ എന്ന് പറയുന്നത് y² ആണ്. ഇനി x² എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ 2y² - 5y + 3 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കൂ, ഇനി ഇവിടെ കോഎഫിഷ്യന്റിന്റെ അവിടെ 2 ആണുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ രീതിയിലുള്ള ഫാക്ടറൈസേഷൻ നടക്കില്ല. ഇപ്പൊ നമുക്കറിയാം x + a × x + b എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്കറിയാം. x² + a + b × x + ab. നമ്മൾ സ്റ്റേറ്റിലും CBSE-യിലും ICSE-യിലും ഒക്കെ നമ്മൾ ഈ ഐഡന്റിറ്റി 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്, അതിന് മുമ്പേ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യാം? അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് 2 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ നോർമൽ മെത്തേഡ് അനുസരിച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ സ്പ്ലിറ്റിംഗ് ദ മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് ഇല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ x = -b ± √b² - 4ac/2a വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പത്തിന് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്പ്ലിറ്റിംഗ് ദ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? പലർക്കും ഭയങ്കര ഡൗട്ടുള്ള ഒരു ഭാഗമായിട്ട് എന്നോട് ചോദിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ y² കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ കേസിൽ 2 × 3 6 കിട്ടും. ഈ 6 കിട്ടുന്ന രീതിയിലായിരിക്കണം -5y നമ്പേഴ്സ് -5y സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് +6 കിട്ടണം. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനനുസരിച്ച് കോമൺ ഫാക്ടർ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കി -5y നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? ഇത് 2 × 3 6 ആണ്. അപ്പൊ ഇവിടെയുള്ള നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ +6 കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -2y - 3y എന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ -2y - 3y എന്ന് നമ്മൾ എടുത്തു. അപ്പൊ നോക്കി -5y -2y - 3y ചെയ്യുമ്പോൾ നമുക്ക് -5y എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. നമ്മുടെ ഒരു മൈൻഡ് കാൽക്കുലേഷൻ, കുറച്ച് കണക്കുകൾ ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഇട്ടോളൂ, മറ്റു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിവിടെ 2y² - 2y - 3y + 3 = 0, 2y ഇവിടെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി ഇവിടെ എന്താണ് y ഉള്ളത്? 2 × 2y × y, y², 2y² വന്നു. ഇനി അതുപോലെ തന്നെ 2y × -1 -2y എന്ന് വന്നു. പിന്നെ ഇവിടെ -3y + 3 നമുക്കിവിടെ y - 1 ഫാക്ടർ ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ 3 കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ 3 × y - 1 കിട്ടി. ഈ y - 1 രണ്ടിലും കോമൺ ആണ്. അപ്പൊ ഞാൻ അടുത്തത് y - 1 കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ബാക്കിയുള്ളത് എന്താണ് വരിക? ഇവിടെയുള്ള ഈ 2y-യും ഈ -3. അപ്പൊ ഞാൻ അതിന് ഈ ഇങ്ക് വെച്ചിരുന്ന ഏതാണ് ഇങ്ങനെ വരും, =0. അപ്പൊ y - 1 × 2y - 3 = 0. അത് നമ്മൾ എങ്ങനെയാണ് കോമൺ ആയിട്ട് നിങ്ങൾ കിട്ടിയെന്ന് അറിയാൻ പറ്റും. ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് y - 1 = 0 or 2y - 3 = 0. y - 1 = 0 ആണെങ്കിൽ y-യുടെ വാല്യൂ -1 പ്രത്യേകം 1 ആയിരിക്കും. 2y - 3 = 0 ആണെങ്കിൽ 2y = 3 കിട്ടും. ദാറ്റ് ഈസ് y = 3/2. നമ്മുടെ ആൻസർ y മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളിവിടെ എന്താണ് x ആണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. x² ആണ് നമ്മൾ
വൈന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈക്ക് പകരം എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. എക്സ് ഈക്വൽ ടു √1 ദാറ്റ്സ് ഈക്വൽ ടു +or-1. ഇനി ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3/2 എന്ന് കിട്ടാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു √3/2. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ അവിടെയും നമുക്ക് +or-√3/√2 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കിത് √3/2 നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ സാധാരണ നമ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇറ്റ് ബിക്കംസ് √6/2 എന്ന് വരും. അപ്പോൾ +or-√6/2 അങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വരാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞൊരു ഫോർത്ത് പവർ ഉള്ളതിന് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ആയിട്ട് മാറ്റുക, പിന്നെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ICSE CBSE പഠിക്കുന്ന കുട്ടികൾക്ക് ഭൂരിഭാഗം പേർക്കും ഡൗട്ടുള്ളൊരു പോർഷനാണിത്. ഇത് മാക്സിമം ഇതിലുള്ള കുട്ടികളിലേക്ക് അയച്ചു കൊടുക്കുക. സ്റ്റേറ്റ് സിലബസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് വരുന്നത്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്സിന് ഏത് വേണം നമുക്ക് പഠിക്കുക. അതുപോലെ +1 +2 ഒക്കെ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. വെക്കേഷൻ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് അവധിയൊക്കെയാണെങ്കിലും നന്നായിട്ട് പഠിച്ച് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള നല്ലൊരു സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ഏതാണെങ്കിലും അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിക്കുക. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഹെൽപ്പോട് കൂടി പഠിക്കുക. മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.